നമസ്കാരം. പാകിസ്ഥാനിൽ നിശബ്ദ പട്ടാള അട്ടിമറി നടക്കുന്നത്. ആണവ കടിഞ്ഞാൺ അടക്കം അല്ലെങ്കിൽ ആർമി അടക്കം പൂർണ്ണമായിട്ടും അസീം മുനീർ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് എത്തുന്നു. അസീം മുനീർ ആവട്ടെ സിയാവുൽ ഹക്ക് രണ്ടാമൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് പോലും. അതുകൊണ്ട് തന്നെ സൈനിക മേധാവിയെ പേടിച്ച് നാടുവിടുന്ന പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം നിങ്ങൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മറ്റൊന്നാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച്. അവർ ജനാധിപത്യത്തിന് കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയാണ്. ഒരിക്കലും ഇന്ത്യൻ സൈന്യം അധികാരത്തിനായിട്ട് മത്സരിച്ച ഒരു ചരിത്രമുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതാണോ പാകിസ്ഥാനിലെ സ്ഥിതി? സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യ ഈ പാകിസ്ഥാനേക്കാൾ എത്ര മുന്നേറി എന്ന് മനസ്സിലാക്കുക. അതിന്റെ പ്രധാന കാരണം അവിടെ ജനാധിപത്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരും പട്ടാളവും പാകിസ്ഥാനിൽ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തിന്? ബംഗ്ലാദേശ് പോലും ഇന്ന് പാകിസ്ഥാനേക്കാൾ സാമ്പത്തികമായിട്ട് മുന്നേറിക്കഴിഞ്ഞു. സത്യത്തിൽ ഇത് പറഞ്ഞത് ഞാനൊന്നുമല്ല കേട്ടോ. അതായത് പാകിസ്ഥാനേക്കാൾ സാമ്പത്തികമായി മുന്നേറിക്കഴിഞ്ഞു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ട് സാക്ഷാൽ ഇമ്രാൻഖാനാണ്. 2022 ജനുവരിയിൽ ഇസ്ലാമാബാദിലെ പൊതുയോഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. അതിന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇമ്രാൻ സ്ഥാനഭ്രഷ്ടനായി, തുടർന്ന് ജയിലിലുമായി. ഇപ്പോൾ ഇതാ ഇമ്രാൻ തടവറയിൽ കിടന്ന് മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഏറ്റവും ഒടുവിൽ അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഇമ്രാന്റെ പാർട്ടിക്കാർ പറയുന്നത് തങ്ങളുടെ നേതാവിന് എന്തെങ്കിലും പറ്റിയാൽ അതിന് പിന്നിൽ പാക് പട്ടാള മേധാവി അസീം മുനീർ ആണ് എന്നാണ്. അസീമിനെ സത്യത്തിൽ പാകിസ്ഥാനിലെ എല്ലാ നേതാക്കൾക്കും ഭയമാണ്. ഇമ്രാന്റെ കടുത്ത എതിരാളി കൂടിയായിട്ടുള്ള പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ഇതേ പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഇമ്രാൻ പറഞ്ഞതുപോലെ എന്നും സൈന്യത്തിന് വലിയ മേൽക്കൈയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. നിരവധി പട്ടാള അട്ടിമറികൾ കണ്ട ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട നാടുകളിൽ ഒന്നുകൂടിയാണ് പാകിസ്ഥാൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം 3 ഘട്ടങ്ങളിലായിട്ട് 3 ദശാബ്ദത്തിലേറെക്കാലം ജിന്നയുടെ വിശുദ്ധ നാട് സൈനിക ഭരണത്തിന് കീഴിലായിരുന്നു. ഭരണ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണെങ്കിലും അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി എപ്പോഴും പാകിസ്ഥാനി സൈനിക തലസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിലൂടെയാണ് നടത്തുന്നത്. ഇവിടം ഒരു ബദൽ അധികാര കേന്ദ്രമാണ്. ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയല്ലോ. ആ കൂടിക്കാഴ്ചയിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനേക്കാൾ സ്ഥാനം ആർക്കായിരുന്നു എന്നറിയാമോ? അസീം മുനീറിനായിരുന്നു. പ്രത്യേകമായിട്ട് വൈറ്റ് ഹൗസിൽ അസീം മുനീറിന് ട്രംപ് വിരുന്നൊരുക്കിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. കൂടാതെ ട്രംപിന് അപൂർവമായിട്ടുള്ള ധാതുക്കൾ സമ്മാനിച്ചതും സാമൂഹിക മാധ്യമങ്ങളടക്കം ഒരു വലിയ ചർച്ചയാകുന്നത് നമ്മൾ കണ്ടതാണ്. അസീം മുനീർ ആവട്ടെ ഈ പറയുന്ന പോലെ ഇപ്പോൾ സിയാവുൽ ഹക്ക് രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത്. മതത്തെയും സൈന്യത്തെയും സമ്മേളിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അറിയാം. കടുത്ത ഇന്ത്യ വിരുദ്ധൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്വേഷം നിറഞ്ഞ സംസാരങ്ങളാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് വളമായത് എന്ന് വിമർശനം വരെ അവിടെ കേട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതയുള്ള ഈ മനുഷ്യനെ സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയപ്പെടുന്ന അധികാര സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നു. പാക് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക് കമാൻഡ് നിയന്ത്രണം വരെ നൽകുന്ന ഒരു പദവി കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് നിശബ്ദമായിട്ടുള്ള ഒരു പട്ടാള അട്ടിമറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. ദ ഗാർഡിയൻ പോലുള്ള വലിയ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഷഹബാസ് ഷെരീഫിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്നും വൈകാതെ അസീം പൂർണ്ണമായിട്ട് അധികാരം പിടിക്കുമെന്നുള്ള വാർത്തകൾ. ഇപ്പോൾ അസീമിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സ്ഥാനമേൽക്കാൻ വൈകിക്കാനായിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നാടുവിട്ടെന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ സത്യത്തിൽ വല്ലാത്ത നാണക്കേടാണ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പാകിസ്ഥാന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിക്കും കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല മരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കിട്ടാറില്ല എന്നാണ് അവിടുത്തെ പല പ്രമുഖമായിട്ടുള്ള പത്രങ്ങളും ലേഖനമായിട്ട് എഴുതുന്നത് എന്നതാണ്. ആർമിയെ വെല്ലുവിളിച്ച് ചെയ്ത ഒരാളും പാകിസ്ഥാനിൽ വാണിട്ടില്ല എന്നുള്ളതാണ്. ഡെമോക്രസിക്ക് പകരം പ്ലൂട്ടോക്രസി അഥവാ അടിമകളെ പോലെ വോട്ട് ചെയ്യുക എന്നതാണ് പലപ്പോഴും പാകിസ്ഥാനിൽ നടക്കാറുള്ള ഒരു വിഷയം. അതാണ് ഈ പ്ലൂട്ടോക്രസിയാണ്. 58 മുതൽ 71 വരെയും 79 മുതൽ 88 വരെയും 98 മുതൽ 2008 വരെയും ഉള്ള 34 വർഷത്തോളം അവിടെ ഭരിച്ചത് ആർമിയാണ്. ആ രാജ്യം ഭരിച്ചത്. ഏറ്റവും വിചിത്രം, നിലവിലുണ്ടായിരുന്ന ഭരണാധികാരികൾ വളർത്തിക്കൊണ്ടുവന്ന ആർമി ചീഫുമാരാണ് അവർക്കിട്ട് പണി കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. നമുക്കറിയാമോ, ഈ തന്നെ പ്രധാനമന്ത്രിയാക്കിയ സിക്കന്ദർ മർസിയെ നാട് കടത്തി നിർദ്ധനാക്കി കൊല്ലിച്ചാണ് 58 പട്ടാള മേധാവി അയൂബ് ഖാൻ ആദ്യമായിട്ട് അധികാരം പിടിച്ചെടുക്കുന്നത്.
സുൽഫിക്കർ അലി ഭൂട്ടോയുടെ വിശ്വസ്തനായിരുന്ന പട്ടാള മേധാവി സിയാൽ ഹക്കിനേക്കാൾ സീനിയർ ആയിട്ടുള്ള 3 പേരെ തഴഞ്ഞാണ് ഭൂട്ടോ ഇയാളെ സൈനിക മേധാവി സ്ഥാനത്തേക്ക് അന്ന് കൈപിടിച്ചുയർത്തിയത്. എന്നിട്ടും തന്റെ മുൻഗാമിയെ പോലെ തന്നെ പാല് കൊടുത്ത കൈക്ക് കൊത്താൻ അദ്ദേഹം മടിച്ചില്ല എന്നുള്ളതാണ്. ഭൂട്ടോയെ വീട്ടുതടങ്കലിലാക്കി സിയാൽ ഹക്ക് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. അവിടെയും തീർന്നില്ല. തന്റെ ഗോഡ് ഫാദർ ആയിരുന്ന ഭൂട്ടോയെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് സിയാൽ ഹക്ക് 1979 തൂക്കിക്കൊല്ലുകയും ചെയ്തു. ക്രൂരനും കടുത്ത മതതീവ്രവാദിയുമായിരുന്ന സിയാൽ ഹക്ക് പാകിസ്ഥാനിലെ ഔറംഗസീബ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പാകിസ്ഥാനിലെ അവശേഷിക്കുന്ന മതേതരത്വം കൂടി വെട്ടിക്കളഞ്ഞ് പൂർണ്ണമായിട്ടും ഇസ്ലാമിക രാജ്യമാക്കിയത് സത്യത്തിൽ പുഞ്ചരിക്കുന്ന വില്ലൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഹക്കിന്റെ കാലത്താണെന്ന്. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഷിയാകളും അഹമ്മദിയാക്കളും ഇക്കാലത്ത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. അഹമ്മദിയേക്കാൾ മുസ്ലിങ്ങളല്ല എന്ന പ്രഖ്യാപനം ഹക്ക് നടത്തി. പാകിസ്ഥാൻ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത അബൂസലാം എന്ന വിശ്രുതനാട്ട ശാസ്ത്രത്തിന്റെ കബറിടത്തിലെ പലക പോലും അക്കാലത്ത് മാറ്റപ്പെട്ടു. ആദ്യത്തെ മുസ്ലിം നൊബേൽ സമ്മാന ജേതാവ് എന്ന ഫലകത്തിലെ വാക്യത്തിലെ മുസ്ലിം എന്നത് മായ്ച്ചു കളഞ്ഞു. കാരണം അദ്ദേഹം ഒരു അഹമ്മദീയ മുസ്ലിം ആയിരുന്നു എന്നത് തന്നെ. ഇതെല്ലാം ചെയ്യിച്ചിട്ടൊന്നും അറിയാത്ത പോലെ ഹക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ശാന്തമായും സൗമ്യമായും സംസാരിച്ച് ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതായിരുന്നു സിയാൽ ഹക്കിന്റെ രീതി. ഒടുവിൽ ഒരു വിമാന അപകടത്തിൽപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ഇന്ന് സൂട്ടും കോട്ടും ഇട്ട് നടക്കുന്ന താലിബാനുകളുടെ നാടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ അസീം മുനീറിലേക്കും വന്നു ചേരുന്ന അമിത അധികാരത്തെ സിയാൽ ഹക്കിനോട് ഉപമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം മതഭ്രാന്തിന്റെ കാര്യത്തിൽ ഇരുവരും ഒരുപോലെയാണ്. രണ്ടാം സിയാൽ ഹക്ക് എന്നാണ് അസീം മുനീറിനെ അറിയപ്പെടുന്നതിന്. സാമ്പത്തികമായിട്ട് തകർന്ന് പാകിസ്ഥാൻ പട്ടിണി രാഷ്ട്രമായതോടെ അവർ നിർത്തിവെച്ചതായിരുന്നു ഈ യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ഭീകരതയ്ക്കുള്ള ISI ഫണ്ടിങ് നിർത്തിവെക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ അസീം മുനീർ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ പുനരുജ്ജീവനത്തിന് പിന്നിലും പാക് പട്ടാളത്തിന് വലിയ പങ്കുണ്ട്. ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവി തന്നെ നേരിട്ട് ഭീകരതയ്ക്ക് നേതൃത്വം കൊടുത്താൽ ആ രാജ്യത്തെ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക? ഒരു കവലച്ചട്ടമ്പിയെ പോലെയാണ് പലപ്പോഴും അസീം മുനീർ സംസാരിക്കുക. ഇന്ത്യ ഒരു ആഡംബര മെഴ്സിഡസ് കാറാണെങ്കിൽ പാകിസ്ഥാൻ ചരക്ക് നിറച്ച ഒരു ട്രക്കാണ്. ട്രക്ക് കാറിലടിച്ചാൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക? ഫ്ലോറിഡയിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ വ്യവസായികൾ നടത്തിയ അത്താഴ വിരുന്നിൽ സംസാരിക്കുമ്പോൾ അസീം മുനീർ ഇന്ത്യക്കെതിരെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത്. കാശ്മീർ പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നാണ് പറഞ്ഞത്. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല എന്നും പറഞ്ഞു. അവിടെ ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നുകൂടി അസീം മുനീറിന്റെ വാചകങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു വലിയ ആണവ ശക്തിയാണ്. ഞങ്ങളുടെ അസ്തിത്വം അപകടത്തിലായാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങളോടൊപ്പം ഇല്ലാതാക്കും. ഇങ്ങനെ പറയാൻ അസീം മുനീറിനെ പോലൊരു കെടുകാര്യസ്ഥതയുള്ള ഒരു നരാധമന് മാത്രമേ കഴിയൂ. മനുഷ്യത്വമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ കഴിയൂ. ഇങ്ങനെയൊക്കെയാണ് അയാൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന അയാളുടെ പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അയാൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരം കിട്ടിയാലുള്ള അവസ്ഥ എന്താകും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത്തരത്തിലൊരു വലിയ വൃത്തികെട്ടവനെ അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കടുത്ത ഇന്ത്യ വിരുദ്ധനും മതഭ്രാന്തനുമായിട്ട് അറിയപ്പെടുന്ന അസീം മുനീർ പാക് സൈന്യത്തിന്റെ സർവാധികാരിയാകുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഭീതിയോടുകൂടിയാണ് അയൽ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഭരണഘടനാ ഭേദഗതി നടത്തിയാണ് പാക് സൈന്യത്തിന്റെ സംയുക്ത പ്രതിരോധ സേനാ മേധാവി പദവി ഇപ്പോൾ അസീമിൽ വന്നു ചേർന്നത്. ഒപ്പം പാക് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക് കമാൻഡിന്റെ നിയന്ത്രണവും ഫീൽഡ് മാർഷൽ എന്ന നിലയിൽ അദ്ദേഹം ആജീവനാന്തം യൂണിഫോമിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസ വിരമിക്കുന്ന ദിവസമാണ് അസീം മുനീറിന് CDF സ്ഥാനത്തേക്ക് നിയമിതനാകുന്നത്. മാത്രമല്ല CJCAC എന്ന പദവി പാകിസ്ഥാൻ എന്നേക്കുമായി ഇല്ലാതാക്കുകയും അതിനുശേഷം അടുത്ത 5 വർഷക്കാലം സംയുക്ത സേനകളുടെ കരസേന, വ്യോമസേന, നാവികസേന സർവാധികാരി എന്ന് പറയപ്പെടുന്ന ഇനി അസീം മുനീർ ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ഭരണഘടന അനുസരിച്ച് ഫെഡറൽ സർക്കാരിനാണ് സായുധ സേനയുടെ നിയന്ത്രണവും കമാൻഡും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 243 പരിഷ്കരിച്ചതോടെ സൈന്യത്തിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിച്ചു. CDF പദവി നിയമപരമായിട്ട് ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ പോലും നിയമവിദഗ്ധർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സൃഷ്ടിച്ച CDF പദവി അസീം മുനീറിന് 5 വർഷത്തേക്ക് നൽകാനാണ് വിജ്ഞാപനം ഇതോടുകൂടി വന്നിരിക്കുന്നത്. അപ്പോൾ സൈനിക മേധാവിക്ക് സർക്കാരിനേക്കാൾ വലിയ അധികാരം ലഭിക്കുന്നു.
ഇതൊക്കെ പേടിച്ചുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ തന്ത്രപരമായിട്ടുള്ള ഒരു ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ കനത്ത നഷ്ടം സംഭവിച്ചതിന് ആഴ്ചകൾക്ക് ശേഷം അസീം മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി ഉയർത്തിയിരുന്നു. എന്നാൽ ഫീൽഡ് മാർഷൽ പദവിക്ക് നിലവിൽ പാകിസ്ഥാൻ ഭരണഘടനയിൽ നിയമപരമായിട്ടുള്ള സ്ഥാനമില്ല. ഔദ്യോഗികമായിട്ട് 2025 നവംബർ മാസം 28 മുനീർ വിരമിക്കേണ്ടതായിരുന്നു. എന്നാൽ പുതിയ ഭേദഗതിയോടെ അസീം മുനീറിന്റെ സ്ഥാനം ഒന്നുകൂടി ഭദ്രമാക്കിയിരിക്കുകയാണ്. 2030 വരെയാണ് അസീം മുനീറിന്റെ CDF കാലാവധി എന്ന് പറയപ്പെടുന്നത്. നിലവിലെ സൂചനകൾ അസീം മുനീറിന് സർവാധികാരം നൽകിക്കൊണ്ടുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഈ സംവിധാനം, ഈ സിസ്റ്റം അസീം മുനീറിന്റെ കൈകളിലേക്ക് എത്തപ്പെടുന്നു. അപ്പൊ ഈ മാറ്റങ്ങൾ രാജ്യത്തെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷലിനും കുറ്റവിചാരണ രീതിയിൽ നിന്ന് ആജീവനാന്തം പരിരക്ഷ. അപ്പോൾ ഇതിനിടയിൽ ജനറൽ അസീം മുനീർ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവി ഏറ്റെടുക്കുന്ന വിജ്ഞാപനം പുറത്തു വരാനിരിക്കുകയായിരുന്നു ഷഹബാസ് ഷെരീഫ് രാജ്യം വിട്ടതും വലിയ വാർത്തയായിട്ട് മാറിയത്. അസീം മുനീർ സൈന്യത്തിലെ പരമാധികാരിയാകുന്ന നീക്കം തടയാൻ വേണ്ടിയിട്ടാണ് ഷഹബാസ് രാജ്യം വിട്ടത്. അസീം മുനീർ CDF പദവി നവംബർ 29 വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അന്ന് അത് സംഭവിച്ചിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഷഹബാസ് ഷെരീഫ് ആദ്യം ഒരു ബഹിഷ്കരണം നടത്തി ബഹറിലേക്ക് നാടുവിടുന്നു. അതിനുശേഷം ലണ്ടനിലേക്ക് പോയതായിട്ട് അറിയപ്പെടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളും കേട്ടുകേൾവികളുമാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നത്. അസീം മുനീറിന്റെ കരസേനാ മേധാവി നവംബർ 21 അവസാനത്തോടെ, അദ്ദേഹത്തിന്റെ കാലാവധി അവസാനത്തോടെ പാകിസ്ഥാൻ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സൈനിക മേധാവിയില്ല. 240 ദശലക്ഷം ജനങ്ങളുള്ള ആണവശക്തിയായ രാജ്യമാണ് പാകിസ്ഥാൻ. ആണവായുധ നിയന്ത്രണത്തിനുള്ള നാഷണൽ കമാൻഡ് അതോറിറ്റി നേതൃത്വമില്ലാതെ പ്രവർത്തിക്കുന്ന അപൂർവ സാഹചര്യത്തിലേക്ക് അവിടം എത്തിച്ചേർന്നിരിക്കുന്നു. ആണവശേഷിയുള്ള രാജ്യത്തിന് ഇത്തരമൊരു ശൂന്യത എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസീം മുനീർ അഴിമതിയിൽ നിന്ന് മുക്തനല്ല. പാക് സൈന്യത്തിൽ തന്നെ കോടികളുടെ അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇമ്രാൻ അനുകൂലികൾ അടക്കം ആരോപിക്കുന്നത്. അസീമിന് വേണ്ടിയിട്ട് സൈന്യത്തിനുള്ള ഒരു സൈന്യം തന്നെയുണ്ട്. ആ കോർ ഗ്രൂപ്പാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും തീർക്കേണ്ടവരെ തീർക്കുന്നതും. അസീം അടക്കം പാക് സൈന്യത്തിലെ പലർക്കും ക്രിപ്റ്റോ കമ്പനികളിൽ നിക്ഷേപമുണ്ട് എന്നും ട്രംപിനെ വരെ ആകർഷിച്ചത് അക്കാര്യമാണ് എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. ട്രംപ് കുടുംബത്തിന് ഭൂരിപക്ഷം ഓഹരികളുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ക്രിപ്റ്റോ കറൻസി സ്ഥാപനത്തിൽ പാക് സൈന്യം പണം മുടക്കിയിരിക്കുകയാണ്. ഇത് വിവാദമായതോടെ അമേരിക്കൻ സെനറ്റ് ഇതിനെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായിട്ട് ഏപ്രിൽ 26 ധാരണാപത്രം ഒപ്പുവെച്ചത്. അന്ന് പാക് ക്രിപ്റ്റോ കൗൺസിൽ രൂപീകരിച്ചിട്ട് 1 മാസം പോലും തികഞ്ഞിരുന്നില്ല എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കഥകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ നേതൃത്വത്തെ ട്രംപിനെയും മക്കളായ ഡൊണാൾഡ് ജൂനിയർ, എറിക്, കൊച്ചുമകൻ ബാരൻ എന്നിവരാണ് അതിനകത്തുള്ളത്. ലാസ് വെഗാസിൽ നടന്ന ആഗോള ക്രിപ്റ്റോ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിന്റെ സ്ഥാപക CEO ആയിട്ടുള്ള ബിലാൽ ബിൻ സാക്കിബ് നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. കാരണം പാകിസ്ഥാനും ബിറ്റ്കോയിനും മോശം PR-ന്റെ ഇരകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ അപകടകാരികളും റിസ്ക്കുള്ളവരും മസ്തിരരുമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ കഴിവും അസാധ്യതയുമുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഒരു തന്ത്രപരമായിട്ടുള്ള ബിറ്റ്കോയിൻ റിസർവ് സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിന് പിറകിലും അസീം മുനീറിന്റെ കൈകളാണ്. ഇതെല്ലാം കൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അസീം മുനീറുമായിട്ട് കൂടുതൽ അടുത്തതും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പോലും അല്ലെങ്കിൽ അയാൾക്ക് പോലും കൊടുക്കാത്ത ഒരു പ്രാധാന്യം ഈ അസീം മുനീറിന് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രംപും അസീം മുനീറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾ പാകിസ്ഥാനിൽ അധികാരം പിടിച്ചാൽ അമേരിക്ക ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് തന്നെയാണ് ആദ്യം മുനീറിന്റെ വാലാട്ടിയായി നിന്ന ഷഹബാസിനെയും 2 വട്ടം ചിന്തിപ്പിക്കുന്നത്. അസീമിന്റെ സ്ഥാനാരോഹണം വൈകിപ്പിച്ച് അയാൾ വിദേശത്തേക്ക് മുങ്ങിയതും അതുകൊണ്ട് തന്നെയാവണം. ഭരണ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണെങ്കിലും പാകിസ്ഥാന്റെ അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി എപ്പോഴും സൈനിക തലസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിലൂടെയാണ്. അങ്ങനെ രാജ്യത്തിന്റെ പലതരത്തിലുള്ള പ്രവൃത്തികൾ, ചെയ്തികൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇങ്ങനെ കുത്തഴിഞ്ഞടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു പട്ടാള അട്ടിമറി നടക്കാൻ പോകുന്നു. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എത്രയേ ഉള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞ് ദീപാവലി കുളിച്ചിരിക്കുന്ന സമയമായിട്ടും റവന്യൂ വരുമാനത്തിന്റെ പകുതിയോളം സൈനിക ചെലവുകൾക്ക് നീക്കിവെക്കുന്ന രാജ്യമായ പാകിസ്ഥാൻ, അവിടെ ഈ അസീം മുനീർ കൂടി ഇനി അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ട പാകിസ്ഥാനികളുടെ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും എന്നൊന്ന് ആലോചിച്ചു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച